പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം ലൂക്കാ അറിയിച്ചുള്ള കർത്താവിശ്വംശിയുടെ പരിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 37-ാമത്തെ വാക്യം. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 10 verse 37. അവനോട് കരുണ കാണിച്ചവൻ എന്ന് ആ നിയമജ്ഞൻ പറഞ്ഞു. ഈശോ പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. നമുക്കറിയാം, നല്ല സമറിയാക്കാരന്റെ ഉപമയാണ് ഇവിടെ പരാമർശിക്കപ്പെടുക. ഒരു വ്യക്തിയെ അറിഞ്ഞിട്ടോ ആ വ്യക്തിയുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ടോ അല്ല അയാൾക്ക് വേണ്ടി നല്ല സമറിയാക്കാരൻ തന്റെ സമ്പത്തും സമയവും ചെലവഴിച്ചു. അതാണ് അയാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കൃപയായിട്ട് മാറിയത്. പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെയേറെ സന്തോഷത്തോടെ ഒരു പാവപ്പെട്ട കുടുംബം ഏറ്റുപറയുകയായിരുന്നു. ഞങ്ങളെ ഒട്ടുമറിയാത്ത ഒരു കുടുംബം, ഞങ്ങളുടെ വിഷമങ്ങൾ ആര് പറഞ്ഞു എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, എന്നാൽ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ വേദനയുടെ നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് സാമ്പത്തിക സഹായം തന്ന് ഇതിരിക്കട്ടെ, അത്യാവശ്യം ഉപകരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അറിയാതെ കണ്ണുനീര് വന്നു. മാത്രമല്ലെന്ന് തമ്പുരാന്റെ മുമ്പിൽ എങ്ങനെയാണ് ഈ സ്നേഹത്തിന് നന്ദി പറയുക എന്ന് പ്രാർത്ഥിച്ചു പോയി. ഇത് പങ്കുവെച്ച ഒരു കുടുംബത്തെ ഞാനിപ്പോൾ അനുസ്മരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അവിടെയാണ് കർത്താവിന്റെ സ്നേഹം നാം പ്രകടമാക്കുന്നത്. ഒരു വ്യക്തിയെ അറിഞ്ഞ് വ്യക്തിയെ മനസ്സിലാക്കി ചെയ്യുന്നതിനോട് ഞാൻ എതിരല്ല. എന്നാൽ അതിനേക്കാൾ ഉപരിയായി നമ്മുടെ ഭാഗത്തു നിന്നും കനിഞ്ഞു നൽകുന്ന ഇങ്ങനെയുള്ള ദാനങ്ങൾ അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിയ ദൈവാനുഭവമായിട്ട് മാറും. അയാളെ പൂർണ്ണമായിട്ടും അറിഞ്ഞ് അയാളുടെ ആവശ്യം നിറവേറ്റുമെന്ന് തീരുമാനിക്കുന്നതല്ല, അതിനേക്കാൾ ഉപരി അറിയാതെ തന്നെ അവരാരാണെന്ന് പോലും മനസ്സിലാക്കാതെ ആവശ്യം ജനുവിനാണെങ്കിൽ, യഥാർത്ഥമാണെങ്കിൽ അത് സഹായിക്കുന്നത് ഏറെ ദൈവോന്മുഖമാണ്. അതിന് നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.